നമസ്കാരം. ഫോർട്ടിക് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഗവേഷണ യോഗ്യത, സർവകലാശാല അധ്യാപന യോഗ്യത എന്നിവ ഉൾപ്പെടെയുള്ള യോഗ്യതകൾ നേടുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ 1989-90 കാലഘട്ടത്തിലാണ് ആദ്യമായി നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ നെറ്റ് എക്സാം ആരംഭിക്കുന്നത്. സർവകലാശാലകളിലും കോളേജുകളിലും ജോലി നേടാനും PhD പ്രവേശനം നേടാനും നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പ്രധാനമാണ്. എന്നാൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയായിരുന്ന UGC നെറ്റ് പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതോടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത ചോദ്യചിഹ്നമായി മാറുകയാണിപ്പോൾ. പരീക്ഷ നടത്തി 24 മണിക്കൂറിനകമാണ് നെറ്റ് പരീക്ഷ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയത്. പരീക്ഷയുടെ സമഗ്രതയിൽ വീഴ്ചയുണ്ടായെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരീക്ഷ റദ്ദാക്കിയത്. അപ്പോഴും അവർക്ക് കാണാൻ സാധിക്കാത്ത ചില ക്രമക്കേടുകൾ കൂടി ഇതിലുണ്ട്. അത് ചോദ്യങ്ങൾക്ക് കാവിനിറം പൂശുന്ന പ്രവണത തന്നെയാണ്. ഈ വർഷത്തെ പരീക്ഷയിൽ പ്രത്യക്ഷപ്പെട്ട ചില ചോദ്യങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി മാറി എന്ന് തന്നെ പറയാം. സ്കൂൾ സിലബസുകളിലും കോളേജ് സിലബസുകളിലും ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനയെപ്പോലും ഒഴിവാക്കി രാമായണവും മഹാഭാരതവും വേദവും ഉപനിഷത്തും രാമനും കൃഷ്ണനും ഒക്കെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഏറെ ഗൗരവതരമായി കാണുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തന്നെ നിശ്ചയിക്കാൻ കെൽപ്പുള്ള ഒരു പരീക്ഷയുടെ ചോദ്യങ്ങളിലാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമേത്, രാമായണത്തിൽ ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം ഇവിടെ തുടങ്ങിയിട്ടുള്ള രാമായണവും ഹിന്ദു തത്വശാസ്ത്രവുമൊക്കെ അരങ്ങേറിയത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി സിലബസുകൾക്ക് പകരം പുരാണങ്ങളും ഹിന്ദു തത്വശാസ്ത്രവും ഉൾപ്പെടെയുള്ളവ മാത്രം പഠിച്ചാൽ മതി പരീക്ഷ ജയിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാറാൻ അധികം സമയം വേണ്ടി വരില്ല. 300 മാർക്കിന്റെ 150 ചോദ്യങ്ങളിൽ എവിടെയും തന്നെ ഇന്ത്യൻ ഭരണഘടനയെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കേന്ദ്ര സർക്കാർ ചോദ്യപേപ്പർ ചർച്ചയ്ക്കെതിരെ നിയമം പാസാക്കിയതിനു ശേഷം ആദ്യമായി റദ്ദാക്കുന്ന കേന്ദ്രതല പൊതുപരീക്ഷ കൂടിയാണിത്. നീറ്റ് പരീക്ഷ റദ്ദാക്കി വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷയും റദ്ദാക്കുന്നത്. BJP സർക്കാരിന്റെ അലംഭാവവും അഴിമതിയും വിദ്യാർത്ഥികളുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുകയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പലരും ഇതിനോടകം മുൻപോട്ട് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി ഇപ്പോൾ ചോദ്യചിഹ്നമായി തുടരുമ്പോൾ ഇതിൽ അധികാരികൾക്ക് നൽകാനുള്ള മറുപടി എന്താണെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ജനത.